ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 31-ാം തിരുവചനം. യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ദൈവത്തിന് സ്തോത്രം. നല്ലവനായ ഉണ്ണി, ഈ പേര് നിങ്ങൾക്ക് സുപരിചിതമാണോ എന്ന് അറിയില്ല. പലപ്പോഴും നമ്മൾ മുഖം മൂടിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ വീഴ്ചകൾ, തെറ്റുകൾ മറ്റുള്ളവരുടെ മുന്നിൽ, എന്തിന് ദൈവത്തിൻ്റെ മുന്നിൽ പോലും തുറന്നു കാട്ടാതെ നീതിമാനായി ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിന്ത ഇപ്രകാരമാണ്: നല്ലവനായി ജീവിച്ചാൽ, ഒരു വിശുദ്ധനായി ജീവിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ എന്ന്. പല മതഗ്രന്ഥങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. യേശുവിന് ചുറ്റും നിന്നിരുന്ന ഫരിസേയരും നിയമജ്ഞരും ഇത് തന്നെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ കാഴ്ചപ്പാടിനെയൊക്കെ ആകെ മാറ്റിമറിക്കുന്ന ഒരു വചനമായിരുന്നു യേശു പ്രസ്താവിച്ചത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും മിസ്റ്റർ പെർഫെക്റ്റായി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ വചനത്തിലൂടെ ദൈവകൃപ നല്ലവനായിരിക്കുന്നതിനുള്ള പ്രതിഫലം അല്ലെന്ന് അവൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ തകർന്നിരിക്കുന്നു എന്ന് തോന്നുന്നവന് ഇതൊരു ആശ്വാസവചനമാണ്. എപ്പോഴാണ് ഒരു രോഗി ഒരു വൈദ്യനെ കാണാൻ പോകുന്നത്? തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്ന ഒരുവനും ഹോസ്പിറ്റലിൽ പോവുകയില്ല. എന്നാൽ എനിക്കൊരു സൗഖ്യം വേണം, ഞാൻ ആരോഗ്യം നഷ്ടപ്പെട്ടവനാണ്, എനിക്കത് വീണ്ടും കിട്ടണം എന്ന് തോന്നുന്നവൻ മാത്രമേ ഒരു ഡോക്ടറെ കാണാൻ പോവുകയുള്ളൂ. ഒരു ഡോക്ടർക്കും താൻ രോഗിയല്ല എന്ന് വാദിക്കുന്ന ഒരു മനുഷ്യനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അപ്രകാരം തന്നെ യേശുവിനും തനിക്കൊരു മാറ്റം വേണം, ഒരു വിടുതൽ വേണം എന്ന് ഹൃദയത്തിൽ തോന്നാത്ത ഒരു മനുഷ്യനെ സുഖപ്പെടുത്താൻ കഴിയുകയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നാൽ നീ ഇന്ന് ഹൃദയം തകർന്ന് പാപത്തിൻ്റെ വഴികളിലൂടെ പിൻചെന്ന് ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെടുത്തി എനിക്കൊരു വിടുതൽ വേണം എന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായി തോന്നുന്ന മനുഷ്യനാണെങ്കിൽ ഇതാ യേശു നിന്റെ അരികത്ത് നിൽപ്പുണ്ട്. ദൈവത്തിൻ്റെ കൃപ നീതിമാന്മാർക്കുള്ളതല്ല, അത് ആരോഗ്യമുള്ളവർക്കുള്ളതല്ല. അത് തളർന്നിരിക്കുന്നവനും പലവിധ ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്നവനും എല്ലാവരാലും തഴയപ്പെട്ടവനും അടിച്ചമർത്തപ്പെട്ടവനുമായ മനുഷ്യ നിനക്കുള്ളതാണ്. പലവിധ ആസക്തികളിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ എന്നൊരു പക്ഷേ കേൾക്കുന്നുണ്ടാകും. ആൽക്കഹോളിസം, പോൺ അഡിക്ഷൻ, മാസ്റ്റർബേഷൻ, ചെയിൻ സ്മോക്കിംഗ്, എക്സെട്ര എക്സെട്ര. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഒരു ദൈവവചനം. നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന ദൈവവചനം ആരോ ഒരാൾ മതിലിൽ എഴുതി വച്ചതിനെ തുടർന്നുണ്ടായ പൊല്ലാപ്പ്. ഒരു പെണ്ണ് അലറി വിളിച്ചുകൊണ്ട് അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടതൊക്കെ ഞാൻ വായിച്ചിരുന്നു. അവളുടെ അഭിപ്രായ പ്രകാരം ഇതൊക്കെ കാലാഹരണപ്പെട്ട വചനങ്ങളാണ്. ഇങ്ങനെയാണ് ലോകത്ത് ഒരാൾ പോലും, എന്തിന് ഈ എഴുതിയവൻ പോലും ദൈവരാജ്യത്തിൽ പോവുകയില്ല എന്നൊക്കെ ഗീർവാണം പഠിക്കുന്നുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ശിഷ്യന്മാർ ഒരിക്കൽ പറഞ്ഞത്. മർക്കോസിന്റെ സുവിശേഷം 10:26-27 വചനം. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നിനക്ക് സ്വന്തം കഴിവുകൊണ്ട് ഇത്യാദി പ്രവർത്തികളിൽ നിന്നും രക്ഷ നേടാൻ സാധ്യമല്ല. നിനക്ക് യേശുവിൻ്റെ കൃപ വേണം. അവൾക്ക്, ആ പെണ്ണിന് അതങ്ങനെ തോന്നാൻ കാരണം തൻ്റെ തന്നെ ശക്തി കൊണ്ട് ഇത്യാദി പ്രവർത്തികളിൽ നിന്നും രക്ഷ നേടാൻ ഒരുവനും സാധ്യമല്ല എന്ന ബോധ്യമില്ലായ്മ കൊണ്ടാണ്. എന്നാൽ കേട്ടുകൊള്ളൂ സുഹൃത്തെ, ഈ പറഞ്ഞ വചനം 100% സത്യമാണ്. ദൈവരാജ്യം, സ്വർഗം എന്ന് പറയുന്ന സ്ഥലം ശൂന്യമായി കിടക്കേണ്ടി വന്നാലും ഒരു അശുദ്ധൻ പോലും അതിൽ കടക്കുകയില്ല. യു നീഡ് എ റിട്രീറ്റ് ഫോർ ഷുവർ. നിന്നെ മരണകരമായ അവസ്ഥയിൽ നിന്നും രക്ഷിച്ചെടുക്കുവാൻ കെൽപ്പുള്ള ഒരു നല്ല വൈദ്യൻ നിന്റെ അരികത്ത് വന്ന് നിൽപ്പുണ്ട്. ഇന്ന് നീ ഒട്ടും നല്ലവനല്ല എന്നൊരു തോന്നൽ നിന്റെ ഹൃദയത്തിലുണ്ടോ? ഞാൻ ജീവിതത്തിൽ തോറ്റുപോയവനാണ് എന്ന് നിന്റെ ഹൃദയത്തിൽ ഒരു വിചാരമുണ്ടോ? ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് ചെയ്തു പോയി എന്ന് തോന്നുന്നുവോ? എങ്കിൽ ധൈര്യപ്പെടുവിൻ. നിന്നെ അന്വേഷിച്ചാണ് കർത്താവ് വന്നിരിക്കുന്നത്. നിന്റെ തകർച്ചയിലുള്ള ആ സമ്മതപത്രം, അത് യേശുവിനൊരു ചുമടല്ല സുഹൃത്തെ, അതൊരു മതിലല്ല കർത്താവിന്. അത് യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ക്ഷണക്കത്താണ്. നിന്റെ തകർന്നിരിക്കുന്ന പാപകരമായ അവസ്ഥ
ആരാലും വിടുവിക്കാൻ കഴിയാത്ത ഈ ശോചനീയ അവസ്ഥ ആ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചു കൊടുക്കുക. ആ നല്ല വൈദ്യൻ നിന്നിൽ പ്രവൃത്തി ആരംഭിക്കട്ടെ. സന്ധ്യാപ്രാർത്ഥനയിൽ ചൊല്ലുന്നത് ഓർക്കുവിൻ. നിന്റെ കരുണാസമുദ്രത്തിൻ്റെ വലുപ്പത്തിങ്കൽ ഞങ്ങളുടെ പാപം അസംഖ്യമെങ്കിലും അത് ചെളിയുടെ ഒരു തുള്ളി പോലെ മാത്രം ഇരിക്കുന്നു. മഹാസമുദ്രത്തെ ഒരു തുള്ളി ചെളിക്ക് കലക്കുവാൻ കഴിയുന്നതല്ലല്ലോ. ഇന്ന് നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ അവൻ നിന്നെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരും. അവൻ നിന്നെ കൈവിടുകയില്ല, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. നിന്റെ ഈ ലോകജീവിതം തീരുന്നതിന് മുൻപ് നിന്നെ ഒരു വിശുദ്ധനായി നിന്നെ പരിഹസിച്ചവരുടെ മുന്നിൽ നിന്നെ മാനിക്കാൻ അവൻ വിശ്വസ്തനാണ്. അവൻ നിന്നെ വാലല്ല തലയാക്കും. നിന്റെ ശത്രുക്കളുടെ മുന്നിൽ വെച്ച് നിനക്ക് വിരുന്നൊരുക്കും. കം ടു ക്രൈസ്റ്റ്. ഒരു ഫേമസ് കോട്ടുണ്ട്: ദ ചർച്ച് ഈസ് നോട്ട് എ മ്യൂസിയം ഫോർ സെയിൻസ്, ഇറ്റ്സ് എ ഹോസ്പിറ്റൽ ഫോർ സിന്നേഴ്സ്. യേശു പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.